ഹായ് സ്റ്റുഡൻസ്, ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീനും മീഡിയനും ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആണ് പഠിച്ചത്. മീനും മീഡിയനും ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. മൂന്നാമത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മോഡാണ്. മോഡ് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന വാല്യൂവിനെയാണ് മോഡെന്ന് പറയുന്നത്. മോഡ് മീൻസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റം ഈസ് ടേംഡ് ആസ് മോഡ്. മാർക്കാണെങ്കിലും അതുപോലെ തന്നെ വെയ്റ്റ്, ഹൈറ്റ് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയായിട്ട് തരുന്നവയാണ് ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ അതിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഐറ്റത്തിനെയാണ് നമ്മളിവിടെ മോഡായിട്ട് കണക്കാക്കേണ്ടത്. മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് ഏത് രീതിയിലാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒറ്റയായിട്ടുള്ള വിവരങ്ങളെയാണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ സീരീസിൽ മീനോ മീഡിയനോ മോഡോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, നല്ല 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. വളരെ ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ ചെറിയൊരു ഇക്വേഷൻ പഠിച്ചിരുന്നാൽ മതി, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മോഡിന് ഇക്വേഷനൊന്നുമില്ല. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റമാണ് മോഡെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഇനത്തിനെയാണ് ഇവിടെ നമുക്ക് മോഡായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതൊരു എക്സാമ്പിളിലൂടെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് മോഡ്. മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ്, 10 കുട്ടികളുടെ മാർക്ക് തന്നിരിക്കുന്നു, താഴെ തന്നിരിക്കുന്നു. അതിന് മോഡ് കണക്കാക്കുക. മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 10 കുട്ടികളുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. മോഡ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം മാർക്ക് 45, 60, 75, 83, 85, 60, 47, 50, 60, 54. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇക്വേഷനൊന്നുമില്ല. മോഡിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറയാം, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റം. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഇനമാണ് മോഡെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ എക്സാമ്പിളിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നത് 60 എന്നുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 60യെ മോഡായിട്ട് കണക്കാക്കാം. കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന സംഖ്യയായിരിക്കും മോഡ്. സോ ഹിയർ മോഡ് ഈസ് ഈക്വൽ ടു 60 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ മോഡ്. അപ്പോൾ മോഡ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നത് അത് ഇൻഡിവിജ്വൽ സീരീസിൽ വേഗം കണ്ടുപിടിക്കാം. ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. പക്ഷേ ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഐറ്റം ഏതാണോ അതാണ് മോഡ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 മെഷറാണ് പ്രധാനമായിട്ടും പഠിച്ചത്, ക്വാർട്ടേഴ്സ് കൂടാതെ. അരിത്തമെറ്റിക് മീൻ, ഇറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് എ മീൻ. മീന് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇനി മീഡിയൻ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ n+1 ഐറ്റം കണ്ടുപിടിക്കണം. സൈസ് ഓഫ് മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഐറ്റം ഡിവൈഡഡ് ബൈ 2. ഇതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടേഴ്സ് നമ്മൾ Q1 Q2 Q3 കണ്ടു. Q1 എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാർട്ടൈലാണ്. Q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റമാണ്. ഇതാണ് Q1 എന്ന് പറയുന്നത്. അതായത് ക്വാർട്ടൈൽ 1. ഒരു ഡിസ്ട്രിബ്യൂഷനെ 4 ഡിവൈഡ് ചെയ്ത് ആണ് ക്വാർട്ടൈൽ
മീഡിയൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനെ ഈക്വൽ പാർട്ടായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ Q1 സൈസ് ഓഫ് n+1 ദ ഐറ്റം ഡിവൈഡഡ് ബൈ 4 ആണ്. ഞാൻ Q1 Q3 ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലെടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. Q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 3 ബ്രാക്കറ്റിന് വെളിയിലാണ് ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റമാണ് Q3 എന്ന് പറയുന്നത്, അതായത് തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനെ 4 ഡിവൈഡ് ചെയ്യുന്നു. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ക്വാർട്ടൈൽസിൽ 3 ക്വാർട്ടൈൽസ് കാണും. Q1 Q2 Q3. Q2 ആണ് മീഡിയനായിട്ട് കണക്കാക്കുന്നത്. Q2 മീഡിയൻ Q2വിൽ വരില്ല. Q2 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മീഡിയൻ എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നു. മീഡിയൻ കാണാൻ എന്നിനോട് 1 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് ഐറ്റമാണ് കിട്ടുന്ന ഐറ്റമായിരിക്കും. Q1 എന്ന് പറഞ്ഞാൽ n+1 1 കൂട്ടിയിട്ട്, അതായത് n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അതിനോടുകൂടി 1 കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാലാമത് കിടക്കുന്ന വാല്യൂ ആണ്. അതിൽ അങ്ങനെ എവിടെയാണോ ആ വാല്യൂ കിടക്കുന്നത് അത്ര ആ വാല്യൂവിനെയാണ് നമുക്ക് Q1 ആയിട്ട് എടുക്കുന്നത്. Q3 എന്ന് പറഞ്ഞാൽ n+1 ഡിവൈഡ് ബൈ 4നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസിൽ കിടക്കുന്നതായിരിക്കും, ആ പ്ലേസിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മോഡ് ഇപ്പോൾ കണ്ട എന്താണെന്ന്, മോഡ് ഈസ് ഈക്വൽ ടു മോസ്റ്റ്, അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റമാണ് മോഡ്. കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഐറ്റത്തിനെയാണ് മോഡെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏത് ഐറ്റമാണ് ആവർത്തിച്ച് വരുന്ന അതിലായിരിക്കും മോഡെന്നുള്ളത്. ചിലപ്പം 1 വേർഡ് ക്വസ്റ്റനോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന് ക്വസ്റ്റ്യൻ വരില്ല. മിക്കവാറും അരിത്തമെറ്റിക് മീൻ വരും. അതിനെ അരിത്തമെറ്റിക് മീനിനെ ആവറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു, ശരാശരി എന്ന് പറയും. അപ്പോൾ മെഷർ സെൻറ്റർ ടെൻഡൻസി പ്രധാനമായിട്ടും മീന്, മീഡിയൻ, മോഡ്. അതുകൂടാതെ Q1 Q3 ആയിരിക്കും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മിഡിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആയിട്ട് വരുന്ന ഇനങ്ങൾ ഏതാണോ അവയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 മീൻ, മീഡിയൻ, മോഡ്. അതുകൂടാതെ ക്വാർട്ടൈൽസും ഉണ്ടാകും. ക്വാർട്ടൈൽസിൽ Q1 Q3 ആണ് ക്വാർട്ടൈൽസിലെ ഫസ്റ്റ് ക്വാർട്ടൈലും. Q1 എന്നുള്ള ഫസ്റ്റ് ക്വാർട്ടൈലും Q3 എന്നുള്ളത് തേർഡ് ക്വാർട്ടൈലുമാണ്. അപ്പം ഇൻഡിവിജ്വൽ സീരീസിൽ ഈ 3 കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഒറ്റയായിട്ട് മാത്രം വിവരങ്ങൾ തന്നാൽ, ഇൻഡിവിജ്വലായിട്ട് മാത്രം ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് മിക്കവാറും ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഇത് പഠിച്ചിരുന്നാൽ ആ ചെറിയ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ആകാനായിട്ട് പറ്റും. അതുകൊണ്ട് വീണ്ടും ചെയ്ത് പഠിച്ചെടുക്കുക. ഈ Q1 Q3 ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇന്നുകൊണ്ട് ഈ ക്ലാസ് തീർത്തു. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീണ്ടും ചെയ്ത് പഠിക്കുക. താങ്ക് യു.